ഒരുപാട് ഇതൊരു തുടക്കമാവട്ടെ. ശരിക്കും ഇത് തുടക്കം തന്നെയാണ്. ഇഷ്ടംപോലെ സിനിമ ഇത് ഷുവറായിട്ട് മമ്മൂക്കയൊക്കെ കൂടെ നിൽക്കുന്ന ആളല്ലേ, ഡെഫിനറ്റായിട്ട്. മമ്മൂക്ക എന്താ പറഞ്ഞാൽ മമ്മൂട്ടി അമ്മയുടെ ഏത് കാര്യത്തിന് എന്നും വന്ന് കൂടെ നിൽക്കുന്ന ഒരാളാണ്, അറിയാമോ? വലിയേട്ടൻ തന്നെയാണ് എല്ലാവരും ഒരു വലിയേട്ടൻ തന്നെയാണ്. അതിനകത്തൊന്ന് മമ്മൂട്ടി ഒരു വലിയേട്ടൻ തന്നെയാണ്. മമ്മൂട്ടി ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചേട്ടൻ അനിയനായിട്ട് ഞങ്ങൾ അഭിനയിച്ചല്ലോ, ജോൺ ജാഫർ ജനാർദ്ദൻ. അതുകൊണ്ട് തന്നെ പുള്ളി എപ്പോഴും ഒരു വലിയേട്ടനെ പോലെ തന്നെയാണ് പെരുമാറാറ്. ഞാനും രതീഷും മമ്മൂട്ടി ഉള്ളപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് താമസിക്കുകയാണ്. ഒരുപാട് സന്ദർഭങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ അന്നത്തെ സുഹൃത്തുക്കൾ ഒരു 5-6 പേരുകളൊന്നും സാറിന്റെ പേരായിരുന്നു. കുറച്ച് പേരുകളും അന്നത്തെ തമാശകളൊക്കെ പറഞ്ഞ എപ്പോഴും പറയുന്ന പേരുകൾ. അതെ, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നു. അപ്പം മമ്മൂട്ടി ഞാനും രതീഷും ഉള്ളപ്പോൾ മമ്മൂട്ടി ഞങ്ങൾ ഉപദേശിക്കും വലിയേട്ടനെ പോലെ. ഇത് എന്താ പറഞ്ഞിട്ട് വെച്ചെടുക്കും. ഞാനും രതീഷും വളരെ ഞങ്ങൾ കുറേ ഉഴപ്പന്മാരാണ്. അതിൽ ഏറ്റവും ഉഴപ്പം ഞാനായിരുന്നു. കാരണം ഈ 3 പേരായിട്ട് ബ്രദറായിട്ട് അഭിനയിക്കുക ജോൺ ജാഫർ ജനാർദ്ദനിൽ. മമ്മൂട്ടി വളരെ സീരിയസ് ആയിരുന്നു. അപ്പോൾ കാര്യങ്ങൾ പറയും. കാരണം പുള്ളി ഒരു കുടുംബസ്ഥനാണ്, ഞങ്ങൾ കുടുംബസ്ഥനല്ല. അപ്പോൾ പറയും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഞങ്ങൾക്ക് അങ്ങനെ കുടുംബമൊന്നുമില്ലല്ലോ, നമുക്ക് എന്ത് നോക്കിയാലും മേളമൊക്കെ ആകാശം ഇതിപ്പുറത്ത് കിട്ടിയ സാറിൻ്റെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ രതീഷ് നല്ല ഉഴപ്പനായിരുന്നു. പക്ഷേ ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യത്തിനും എത്ര ഉഴപ്പിയാലും ഞാനൊരു ബൗണ്ടറി ലൈൻ വയ്ക്കും. ഞാൻ അത് കവർ ചെയ്ത് പോകാറില്ല. ഞാൻ എല്ലാ തരത്തിലും പോയി പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ കൂട്ടരും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പീപ്പിൾസ് വാർ ഓർഗനൈസേഷൻ്റെ ഒപ്പം ഉണ്ട്, LTTയുടെ ഒപ്പം ഞാൻ ഇരുന്നിട്ടുള്ള അതിനകത്ത് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നതും. എനിക്കൊരു ബോർഡറുണ്ട്. അതെന്താ പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത ഒരു ഫിലോസഫി എന്ന് പറയുന്നത് ഏറ്റവും വലിയ റഫ് ഗെയിം എന്ന് പറയുന്നത് റഗ്ബിയാണ്. പക്ഷെ റഗ്ബിക്ക് ഒരു റൂളുണ്ട്. ഏത് ഗെയിമിനും അതിന് റൂളുണ്ട്. ഫുട്ബോളിന് റൂളിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ ഭംഗി അതിൻ്റെ റൂളാണ്. ആ റൂളാണ് ഞാൻ എപ്പോഴും. അപ്പം ഞാൻ അത് ക്രോസ് ചെയ്യില്ല. ഞാൻ എപ്പോഴും അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഞാൻ ഇപ്പം മദ്രാസിലെ മോൻ, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ, ഈ മദ്രാസിലെ മോൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു. ഈ കൊലപാതകം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ റൂമിലുണ്ടായിരുന്നു അവർ. ഈ 3 മുമ്പ് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് നിന്നിട്ട് മദ്രാസ് അവിടെയുള്ള ഡ്രൈവിൻ മറ്റേ ഹോട്ടൽ അടിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. പക്ഷെ സെർട്ടൻ ലെവല് ഞാൻ പോവില്ല. ആ ലെവലിൽ എനിക്ക് നൃത്തം അറിയാം. അത് കഴിഞ്ഞ് അത് ക്രോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇവിടുന്ന് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവർ അവിടെ നിന്ന് വിട്ട് എൻ്റെ സ്ഥലത്തു നിന്ന് മാറിയാണ്ട് വന്നു. അവർ പോയി പുറത്ത് താമസിക്കുകയും 4-ാം മാസം അവർ കൊലപാതകയും അതുകൊണ്ട് ഞാൻ ചെയ്യാനും വന്നു. ആലോചിച്ച് ചോദിക്കാൻ നിങ്ങൾ, എനിക്കറിയാതെ എവിടെ നിർത്തേണ്ടത്. അവരുടെ വഴിക്ക് ഞാൻ പോവില്ല. അവരുടെ ലൈൻ എവിടെ. നമ്മൾ ബഹളവും തമാശയും മറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷനിൽ നമുക്കറിയണം നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത്. ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ജനിച്ച എൻ്റെ വീടിനോട് എനിക്ക് കടപ്പാടുണ്ടാവണം. ഞാൻ അവരുടെ പേരുകൾ ചീത്തയാക്കാതിരിക്കാൻ ഞാൻ നോക്കുക. ഞാൻ ഒരുപാട് സ്കൂൾ മാറിയിട്ടുണ്ട് പ്രശ്നക്കാരനായിട്ട്. ഒരുപക്ഷെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വന്നു. പക്ഷെ ഞാനൊരു ക്രിമിനലായി പോയില്ല. ചെറിയ ചെറിയ വഴക്കുകളും മടികളും കുത്തുകളും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിയത്. ഞങ്ങളുടെ സ്കൂൾ കോളേജ് സമരത്തിനകത്തേക്ക് ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് 16ഓളം ഞങ്ങളുടെ പേരിലേക്ക് നമ്മൾ കേസുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ കോടതി പോയപ്പോൾ അയാൾ ന്യായത്തിലുള്ള അപ്പോൾ വിളിച്ചിട്ടുണ്ട്, നീ അവിടെ ഒരു വീടുണ്ടാക്കി താമസിക്കരുത്. കാരണം ഓരോ കേസ് കഴിച്ചാൽ നമ്മൾ മാറി നിൽക്കും, 1, 2, 3 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ. അപ്പോൾ അത് ഈ സമരത്തിൻ്റെ പ്രശ്നങ്ങളാണ്. സമരത്തിൻ്റെ ഇതിലാണ് ഞാൻ പെട്ടേക്കണേ. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പക്ഷേ ഞാൻ ഒരു ഹാർഡ് കോർ ക്രിമിനലായില്ലല്ലോ. ഞാനൊരു ഹാർഡ് കോർ പ്രശ്നങ്ങളിൽ പോയിട്ടില്ലല്ലോ. ഞാൻ എല്ലാത്തിലും ഞാൻ പോയി പെടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എൻ്റേതായ ജീവിതത്തിനകത്ത് എനിക്കൊരു ഫിലോസഫിയുണ്ട്. ഞാൻ ഒരു ബോർഡറുണ്ട്. ആ ബോർഡർ ഞാൻ കവർ ചെയ്യില്ല. അത് എനിക്കറിയാം. ഞാൻ എവിടെ നിൽക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. ഞാൻ ഈ സൊസൈറ്റീനെ വില വയ്ക്കുന്നുണ്ട്, ഞാൻ സൊസൈറ്റീനെ മാനിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാനുള്ള കടപ്പാടുകളെ കുറിച്ചിട്ട് എനിക്കറിയാം. എൻ്റെ റെസ്പോൺസിബിലിറ്റി അറിയാം. ഞാൻ എന്നും ഏത് കാലത്തും ഇന്നും നിന്ന് തുടങ്ങിയാൽ ഇപ്പോൾ 19 വർഷമായില്ലേ. 2005-ലാണ് ഞാൻ വന്നിട്ട് മറ്റുള്ളവരുടെ സിനിമ കാണിപ്പിക്കാനുമുള്ള ഞാൻ എൻ്റെ ദൗത്യം തുടങ്ങിയത്. ഇന്നിത് 19 വർഷമായി. 19 വർഷമായി. അപ്പോൾ ഈ 19 വർഷവും എനിക്കതിനകത്ത് ഞാൻ കൂടുതൽ വന്നിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇവിടെ മക്ബൽ ബഫിനെ ഞാൻ കൊണ്ടുവന്നു. ഞാൻ മക്ബൽ ബഫിന് എന്തുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഫെസ്റ്റിവൽ വെച്ചപ്പോൾ എന്നോട് മക്ബൽ ബഫ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അറിയാമോ? എന്തിനെന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെക്കാരും കൂടുതലാരാ. സിനിമയ്ക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കുടുംബത്തിനെ അയാൾ വിടേണ്ടി വരികയാണ്. അയാൾ എക്സൈൽ പോവുകയാണ്.
അയാളുടെ ഐഡിയോളജി സിനിമ എടുത്തുകൊണ്ട് ഇറാനിൽ നിന്ന് അയാൾ മാറേണ്ട ഒരാൾ. അയാൾ ഖുമൈനിയെ വണങ്ങിയിരുന്നെങ്കിൽ അയാൾക്ക് അവിടെ നിൽക്കാം. അയാളുടെ പേരിൽ എന്താ അതിന് പറയുന്നത്, മറ്റേ ഇത് വിധിക്കില്ല, മറ്റേ എതിരായിട്ട് മറ്റേ ഇതിനകത്ത് വന്നാൽ അങ്ങനെ അയാളുടെ പേരിൽ വന്നിട്ടുള്ളത് ഷൂട്ട് ചെയ്യും. ഇപ്പോൾ ഇറാൻ്റെ മുകളിൽ അയാൾ ഉള്ള ഈ വിമാനം ഉണ്ടെങ്കിൽ തന്നെ താഴെ ഇറക്കി അയാളെ അറസ്റ്റ് ചെയ്യും. കാരണം അയാളുടെ പേരിൽ അങ്ങനെ ഒരു ഇത് പടപ്പിച്ചിട്ടുണ്ട്. ഈ സൽമാൻ റഷീദിക്കൊക്കെ ഇട്ടുള്ള ഒരു ഇതില്ല അതിന്. ഓക്കെ, അപ്പോൾ പുള്ളിയെ ഞാൻ വിളിച്ചത് അയാളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ചത്. അതേ സമയത്ത് അയാളുടെ അമ്മയും അയാളുടെ സിസ്റ്ററിനെ ഭർത്താവിനൊന്നും അയാൾ കണ്ടിട്ടില്ല. കാരണം ഇവർ എക്സൈല കുറേ നാളായി ഇയാളുടെ അമ്മ വന്നിട്ട് തൻ്റെ പേരക്കുട്ടികളെ കണ്ടിട്ട്. അപ്പോൾ ഇറാനിൽ നിന്ന് അമ്മ, അയാളുടെ സിസ്റ്റർ ഹസ്ബൻഡ്, അവരുടെ കുട്ടികൾ എല്ലാവരും ഇറാനിൽ നിന്ന് വന്നു. ഇയാൾ, അദ്ദേഹത്തിൻ്റെ വൈഫ്, 2 പെൺമക്കളും ലാസ്റ്റ് മകനും അവർ വന്ന് ലണ്ടനിൽ നിന്നും പല സ്ഥലത്തു നിന്നകത്ത് വന്നു. അവരെല്ലാം പല രാജ്യങ്ങളിലാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ എക്സൈലാണ്. അവരെല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് ഈ സ്റ്റേജിലാണ് അവരുടെ കുടുംബ സംഗമം ഉണ്ടായത്. വാട്ട് എൽസ് എൻ്റെ ഒരു ഫെസ്റ്റിവലിൽ ചെയ്യാൻ പറ്റും? സിനിമയ്ക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് മുഴുവൻ ത്യജിച്ച ഒരാളെ ഞാൻ പറഞ്ഞു വാട്ട് എൽസ് അയക്കാണ്ടു എന്ന് പറഞ്ഞു. അയാളുടെ അമ്മ എന്നെ കൈ പിടിച്ചു, മോനെ നിനക്ക് ഞാൻ അത്രയ്ക്ക് എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയാം. കാരണം ഒരു 10 ദിവസം അവർ തൻ്റെ പേരക്കുട്ടികളുടെ ഒപ്പം അവരെല്ലാം ഒരുമിച്ച് നിന്നിട്ട് ഈ 10 ദിവസം അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ അവർ ഒരുമിച്ച് നിന്നു. അവർ ചിലവ് അവരാണ് എടുത്തത്, ഇറാനിൽ നിന്ന് വന്നത്. മറ്റിവർ മാത്രമേ നമ്മൾ ഗസ്റ്റുള്ളൂ. പക്ഷെ അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു ഇവരെ ഒരുമിച്ച് കൂടൽ. കാരണം അതിൽ കൂടുതൽ കാരണം ഞാൻ മക്ബൽ ബഫിൻ്റെ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അതിനെ വളർത്തി അതിനെ നിൽക്കാൻ നേരത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ മാത്രമല്ല, അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അപ്പം ഞാൻ അതാണ് ചെയ്തത്. ഞാൻ ആദ്യത്തെ ഫെസ്റ്റിവൽ ഞാൻ ഫെസ്റ്റിവൽ ഡയറക്ടർ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കടപ്പാടുകളെ ഞാൻ നോക്കാൻ നോക്കും. എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ നോക്കണം. നമുക്ക് ഓരോ മനുഷ്യനും അതുണ്ട്. എന്നെ ഒരുപക്ഷെ ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെയായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്ര നേരം നമ്മളൊപ്പം ടൈം സ്പെൻഡ് ചെയ്തു, ഈ പുതിയ പ്രോജക്റ്റിനെ പറ്റി കുറേ ഡിസ്കസ് ഒക്കെ ചെയ്തു. അപ്പൊ അത് വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാണ്. നിങ്ങൾ മാത്രമല്ല ഇതിലെ പ്രേക്ഷകർ കൂടെ ഉണ്ടാണ്. ഞാൻ ഇതിനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. ഞാൻ അതിനകത്ത് ഭയങ്കര തികച്ചും ബോധവാനാണ്. അപ്പോൾ ദയവ് ഇത് നിങ്ങളെല്ലാവരും ഇതിൽ കാണുന്നവരും എല്ലാവരും നമ്മൾ ഇങ്ങനെ ഒരു സാധനത്തിനെ വിജയിപ്പിക്കുക. ഒരു ഫാമിലി സ്റ്റോറീസ് ഇവിടെ ഉണ്ടാവാൻ പറ്റണം. നല്ല ഫാമിലി സ്റ്റോറീസ് നമുക്ക് കാണാൻ പറ്റണം. അതിന് നമ്മൾ വന്നിട്ടുള്ള തയ്യാറാണ്. അതിന് പറ്റിയ അഭിനേതാക്കൾ ഞങ്ങളുടെ അമ്മയിലുണ്ട്. എക്സലൻ്റ് ആക്ടേഴ്സ് ഉണ്ട്. അതിനെ എടുക്കാൻ പറ്റിയ ഡയറക്ടേഴ്സിനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുണ്ടാക്കുന്ന ഒരു നല്ല സിനിമകളെ നമുക്ക് നല്ല രീതിയിലേക്ക് ഒരുമിച്ചുകൊണ്ട് നമുക്കിത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുകയും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് പ്രയത്നിക്കുമ്പോൾ ഈ പ്രയത്നത്തിൻ്റെ പുറകിൽ നിങ്ങൾ ഓൺലൈൻ മീഡിയാസും അതേപോലെ തന്നെ പ്രേക്ഷകരും എല്ലാവരും നമുക്ക് ഒരുമിച്ചിട്ട് ഒരു നല്ല നാളേക്ക് നമ്മളിതൊരു പ്രസംഗമായിട്ട് നടക്കുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. കാരണം സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൂടുക സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മലയാള സിനിമകൾ ഈ ലോകം മുഴുവൻ എത്തപ്പെട്ട സിനിമകളാണ്. എല്ലാവരും അതിനെ ആകർഷിക്കുന്നുണ്ട്. നമ്മളെ റെസ്പെക്റ്റോടു കൂടിയാണ് കാണുന്നത്. നമ്മൾ മലയാള സിനിമയ്ക്ക് അത്രയധികം റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും. പുറമെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു ഇതുപോലത്തെ സിനിമകളൊക്കെ മലയാള സിനിമ ഇപ്പോൾ മറ്റേ മഞ്ജുമൽ ബോയ്സെ കണ്ടിട്ട് ഉമ്മൻ ഞെട്ടിയിട്ടുണ്ട് ശരിക്കും. പ്രേമലി ഇത്രയും കോടി രൂപയ്ക്കൊക്കെ ഈ KGF പോലെ അല്ലാതെ ഒരു ചെറിയ സിനിമയിലൂടെ ഇത്രയും വരെ എടുക്കാൻ പറ്റിയ ഒരു സിനിമകൾ പ്രദാനം ചെയ്തേക്കണം ഒരു ഇൻഡസ്ട്രിയാണിത്. നമ്മൾ ഇവിടെയൊക്കെ എന്താ പറഞ്ഞാലുണ്ടല്ലോ ചെറിയൊരു വിഷയത്തിനെ നമ്മൾ പെരുപ്പിച്ച് കാണിച്ചിട്ട് നമ്മളിവിടെ മൊത്തം തമ്മിതല്ല എന്ന് പുറത്ത് കാണിക്കുകയല്ല ഇവിടെ. ഇതൊരു ഇങ്ങനെ ഒരു ഒരുമയിലൂടെ മലയാള സിനിമയ്ക്ക് സാധിക്കും. ഒരു ആൾക്കാർക്ക് ഒരു അമ്മയിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എല്ലാ സിനിമാ സംഘടനകളും ഒരുമിച്ച് ഇത് ഇന്നൊന്നും പുതിയതല്ല. അമ്മ വന്നിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതുമയൊന്നുമല്ല. നമ്മൾ ഒരുമിച്ചിട്ടുണ്ട്. മലയാളിക്ക് അതിന് ഒരുമിക്കാൻ അറിയാം. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലേ? നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ചെയ്തിട്ടില്ലേ? നമ്മൾ വയനാട് ചെയ്തിട്ടില്ലേ? നമ്മളെല്ലാം ചെയ്യാൻ തയ്യാറുള്ള ഒരു മനസ്സുള്ളവരാണ്. നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് നമ്മൾ ഇത്തരം ഒരു പ്രയത്നത്തെ ഒരു കൂട്ടായ്മയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയാൽ ഇത് മറ്റ് ഇൻഡസ്ട്രിക്ക് ഇതൊരു പാടാവും. നമ്മളെ ബഹുമാനിക്കാൻ അതൊരു ആവശ്യമാണ്. അപ്പോൾ അത് എല്ലാവർക്കും അതിനൊരു കടമയുണ്ട്. ഞാനൊന്നും ഒറ്റയ്ക്ക് ഇപ്പോൾ ലാലുണ്ട് എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. മോഹൻലാലിന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം തന്നെയാണ്. മോഹൻലാലിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു ജോലിക്കാരനാണ്. ഇത് നടത്തുക എന്നുള്ളതിൻ്റെ മാത്രമാണ് എൻ്റെ ജോലി. ഇത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു കാറ്റലിസ്റ്റിനെ പോലെ
ഞാനിത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ കാണുന്ന മോഹൻലാലും ഞാനും കാണുന്ന സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രിയുടെ കൂട്ടായ്മ ഉണ്ടാവുക ഈ പറയുന്ന സ്ഥലത്തേക്ക് ഒരു ആക്ച്വലി വന്നിട്ട് ഒരു കൂളിംഗ് എഫക്റ്റുമാണ്. അതേപോലെ ഞങ്ങളുടെ ഒരുപാട് മെമ്പേഴ്സിന് വന്നിട്ട് ഇത് ഗുണമാവും. അവരെ ഞങ്ങൾ പുതിയ ഓർമ്മയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റുകയാണ്. അവരെ ഓർമ്മയിലേക്ക് എത്തിക്കുകയാണ്. തിരിച്ചും അവരെ കഴിവുകളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് സാധ്യമാവും. ഇത് ഒരൊറ്റ സിനിമ മാത്രമല്ല, നമ്മൾ ഇതിലൂടെ വരാൻ നേരത്ത് ഒരുപാട് പേർക്ക് ചാൻസ് കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഒരുപാട് പേരെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരെ നമുക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് നിരന്തരം നമ്മൾ സിനിമ എടുക്കാൻ നമ്മളിലൊരു പ്രോജക്റ്റ്, ഒരു ബാക്കപ്പ് ഓഫീസും എക്യുപ്മെൻസും ഉണ്ട്. അതിന് തയ്യാറെടുക്കാനുള്ള പലരും നമ്മുടെ കൂടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പല പ്രൊഡ്യൂസേഴ്സും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ പടം വന്നിട്ട് ഒന്ന് കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഭാഗത്തിൻ്റെ ഭാഗമാവാൻ തയ്യാറാണ്. കാരണം അവർ സേഫ് ആവുകയാണ്. അവർക്ക് അതാണ്, സേഫ് ആവാൻ വേണ്ടിയാണ് അവരെടുക്കുന്നത്. അല്ലാതെ അവർക്ക് വലിയ ബിഗ് ബഡ്ജറ്റ് എടുക്കണമെന്നും ഉള്ള ആൾക്കാരല്ല എല്ലാവരും. അതാണ് അവർ പറയണത്. ഞങ്ങളെ കൊണ്ട് അത്രയും വലിയൊരു സിനിമ എടുക്കാനായിട്ട് എല്ലാവരും കൊണ്ട് 100 കോടി രൂപയുടെ സിനിമ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ചെറിയ സിനിമ പ്രൊഡ്യൂസർ, സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് സിനിമ പ്രൊഡ്യൂസറാണ്, ഞങ്ങൾ ഇതുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ സിനിമകൾ എടുക്കാനും താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പേഴ്സണലായിട്ട് നമുക്കറിയാമല്ലോ എല്ലാവരെയും. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇതിനൊരു മൂവ്മെൻ്റ് ആക്കി മാറ്റണം. ഈ മൂവ്മെൻറ്റ് വിജയിപ്പിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങളെപ്പോലുള്ളവർ നമ്മളോട് നിന്നാൽ മാത്രമേ നമുക്കത് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ആക്ച്വലി പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ നന്മയെ മാത്രം കാണുക, ഇതിൻ്റെ നല്ല ഭാഗം മാത്രം നിങ്ങൾ കാണുക. നമ്മളിൽ ഉണ്ടാകുന്ന പോരായ്മകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അത് എന്നിൽ നിന്ന് എന്ത് തെറ്റുണ്ടായാലും ഞാൻ തിരുത്താൻ തയ്യാറാണ്. കാരണം തിരുത്തി പോകുന്നതാണ് നമുക്കെപ്പോഴും ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.